അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പരകോടി വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ പ്രകാശം പൊഴിക്കുന്ന പൗർണമിയായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനം കൊണ്ടാടുന്ന എസ്പെറൻസയുടെ മഹത്തായ വേളയിൽ ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അഭയാർത്ഥികൾ ലോകത്തിന് മുന്നിൽ ചോദ്യചിഹ്നമാകുമ്പോൾ എന്നതാണ്. ലോകം 21ാം നൂറ്റാണ്ടിന്റെ ഉച്ചകോടിയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് സാക്ഷിയാകുമ്പോൾ, നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വേദനാജനകവും മാനുഷികവുമായ ഒരു വിഷയം തന്നെയാണിത്. ഈ വാക്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ തെളിയുന്നത് തകർന്നു പോയ വീടുകൾ, അനിശ്ചിതത്തിൽ അകപ്പെട്ട മനുഷ്യരുടെ മുഖങ്ങൾ എന്നിവയാണ്. സത്യത്തിൽ ആരാണ് അഭയാർത്ഥികൾ? എങ്ങനെയാണ് അവർ അഭയാർത്ഥികളാകുന്നത്? കേവലം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നു പോകുന്ന സഞ്ചാരികളോ ഭാഗ്യം തേടി പോകുന്ന കുടിയേറ്റക്കാരോ അല്ല. മറിച്ച് യുദ്ധം, ആഭ്യന്തര കലാപങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത, പ്രകൃതി ദുരന്തങ്ങൾ, വംശീയ അതിക്രമങ്ങൾ എന്നിവയെ തുടർന്ന് സ്വന്തം രാജ്യം ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നവരാണവർ. സ്വയം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാടുവിടാൻ നിർബന്ധിതമാകുന്ന ഒരു ജനതയാണവർ. അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഭാവിയുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഈ ദുരന്തങ്ങൾ തകർത്തെറിഞ്ഞു. യുണൈറ്റഡ് നാഷൻ റെഫ്യൂജി ഏജൻസിയുടെ കണക്കനുസരിച്ച് 2024 ലോകത്താകമനം ഏകദേശം 120 ദശലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്യപ്പെട്ടവരോ അഭയാർത്ഥികളോ ആണ്. ഈ കണക്കുകൾ വെറും ഒരു സംഖ്യയല്ല, മറിച്ച് ഓരോന്നിനും പിന്നെ ഒരു ജീവിതമുണ്ട്, ഒരു കുടുംബമുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷയുണ്ട്. സൊമാലിയൻ കവയത്രി വാസൻ ഷേർ പറയുന്നത് കാണാം, "No one lives home unless home is the mouth of shark." സ്രാവിന്റെ വായ പോലെ ദുർഘടകരമാകാതെ ആരും തന്നെ സ്വന്തം വീട് വിടുന്നില്ല. അഭയാർത്ഥി പ്രവാഹം എന്നത് ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള സങ്കീർണമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇതിന് പിന്നിൽ. അഫ്ഗാനിസ്ഥാനിലെ വംശീയ കലാപങ്ങൾ, സിറിയൻ ആഭ്യന്തര കലാപം, മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിംകൾക്കെതിരായ അതിക്രമങ്ങൾ, ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷങ്ങൾ എന്നിവയെ തുടർന്ന് സമീപകാലത്ത് വലിയ അഭയാർത്ഥി പ്രവാഹങ്ങൾക്ക് കാരണമായി. അഭയാർത്ഥികൾ എല്ലാം ത്യജിച്ചവരാണ്, സ്വന്തം വീടും നാടും തന്റെ സ്വപ്നങ്ങളും ഭാവിയും എല്ലാം തന്നെ. ഇന്ന് ഞാനും നിങ്ങളും ഒന്ന് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കണ്ണോടിച്ചു നോക്കുമ്പോൾ 50 ലക്ഷത്തിൽ പരം ആളുകൾ അഭയാർത്ഥികളാണ്. ഐക്യരാഷ്ട്രസഭ ഏറ്റവും വലിയ ക്ഷാമദുരന്തമെന്ന് വിളിച്ചോതുമ്പോൾ നിലംപരിശമായ ഭവനങ്ങളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി നരകതുല്യമായ ജീവിതം നയിക്കുന്നവർ, അറിവും അന്നവും മുറിവിനുള്ള മരുന്ന് നിഷേധിക്കപ്പെട്ടോ തെരുവിലലയുന്ന ബാല്യ കൗമാരങ്ങൾ. ഞങ്ങളാണ് സമാധാനത്തിന്റെ നിർമ്മാതാക്കളെന്ന് ലോകത്തിന്റെ മുനിയമ്പിൽ 100 തവണയെങ്കിലും പറഞ്ഞ അമേരിക്കയാണ് ഏറ്റവും വലിയ വംശീയക്കെടുതിക്ക് പിന്നിലെന്ന് ലോകം അറിയുമ്പോഴും ലോകം കണ്ണടച്ചിരിക്കുകയാണ്. അഭയാർത്ഥി പ്രശ്നം എന്നത് ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് അതൊരു ആഗോള പ്രതിസന്ധിയാണ്. എങ്ങോട്ടാണെന്നോ എവിടേക്കാണെന്നോ ലക്ഷ്യമില്ലാതെ രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പും ശേഷവും അഭയാർത്ഥികൾ വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളുമാണ് നേരിടേണ്ടി വരുന്നത്. മരണം വരെ മുന്നിൽ കണ്ട യാത്രകളാണ് അഭയാർത്ഥികളുടേത്. നമ്മൾ കണ്ടിട്ടുള്ള കടൽ തീരത്ത് മരിച്ചു കിടന്ന സിറിയൻ ബാലൻ ഐലൻ ഖാദിയുടെ ചിത്രം അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ആ ഒരൊറ്റ ചിത്രം മതി ലോകത്തിന്റെ മുഴുവൻ കണ്ണുകൾ തുറക്കാൻ പോകുന്നതായിരുന്നു. ഇതൊരു കുട്ടിയുടെ മാത്രം കഥയല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള അഭയാർത്ഥി ബാലന്മാരുടെ വേദനയുടെ പ്രതീകമാണ്. ഇന്നൊരു രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണമോ വെള്ളമോ അടിസ്ഥാന സൗകര്യമോ ഇല്ലാതെ പൊറുതിമുട്ടുന്നു എന്നതാണ് സത്യം. ഒരു നേരത്തെ ഒരു കഷ്ണം റൊട്ടി പോലും ലഭിക്കാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥി കുസുമങ്ങളാണ് മൃതമടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ മാനുഷിക മൂല്യ സമ്പത്തായ ഭക്ഷണത്തെ ഇന്ന് പല രാജ്യങ്ങളും തന്റെ കളിപ്പാട്ടമായാണ് കാണുന്നത്. 7000 മുതൽ 21,000 വരെ ആളുകളാണ് ഭക്ഷണം മാത്രം ലഭിക്കാതെ ദിനപ്രതി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
ലോകത്തിലെ ദുരിതപൂർണമായ വശങ്ങളിൽ നിന്നും ഒരാളെ അകറ്റുന്നവന് ലോകത്തിലെ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു തആല സംരക്ഷിക്കുമെന്ന്. ഒരു അഭയാർത്ഥിയെ സഹായിക്കുക, വെള്ളം, ഭക്ഷണം, പാർപ്പിടം, ദയവുള്ള വാക്ക്, അതുമില്ലെങ്കിൽ ഒരു ചെറിയ പ്രവർത്തനത്തിലൂടെ പോലും അത് വെറും ദാനധർമ്മമല്ല, അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്കുള്ള പാതയാണ്. തുച്ഛമായ രാജ്യങ്ങൾ അഭയാർത്ഥികൾക്ക് തണലേകുമ്പോൾ ഭൂരിഭാഗം രാജ്യങ്ങളും അവർക്ക് നേരെ വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ ആ വൈരുദ്ധ്യങ്ങൾ ലോകത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ടാവും. മനുഷ്യത്വം രാഷ്ട്രീയത്തിന് മുകളിലാണോ? നമ്മുടെ സഹജീവി സ്നേഹം അതിരുകൾക്ക് പരിമിതമാണോ? അഭയാർത്ഥികൾ ലോകത്തിന്റെ മുന്നിൽ ഒരു ചോദ്യ ചിഹ്നമല്ല, മറിച്ച് നമ്മുടെ മനുഷ്യാവകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ്. അവർ എന്തിനാണ് ഇവിടെ എന്നതിന് പകരം അവരെ എങ്ങനെ സഹായിക്കാനാകുമെന്നാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അഭയാർത്ഥികൾ മനുഷ്യാവകാശത്തിന്റെ പരാജയത്തിന്റെ ജീവനുള്ള തെളിവുകളാണ്. അവരെ അവഗണിക്കുന്ന ലോകം സ്വന്തം മനസ്സാക്ഷിയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അതിനാൽ നമുക്ക് ഇന്ന് വെല്ലുവിളിക്കാം, നിസ്സംഗതയിൽ നിന്ന് പ്രവർത്തനത്തിലേക്കോ, ഭയത്തിൽ നിന്ന് അനുകമ്പയിലേക്കോ, അഭയാർത്ഥികളെ പ്രശ്നങ്ങളായി കാണുന്നതിൽ നിന്ന് അന്തസ്സിനും പ്രത്യാശയ്ക്കും സംരക്ഷണത്തിനും യോഗ്യരായ ആളുകളിലേക്ക്. അഭയാർത്ഥികളുടെ മുഖത്ത് നിന്ന് കണ്ണുനീരുണങ്ങുന്ന നാൾ മാത്രമേ ലോകം യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ പുലരിയെ കാണും. നമുക്ക് കൈകോർക്കാം. നമ്മുടെ ചെറിയ നന്മ കൊണ്ട് ഒരുപാട് ജീവിതങ്ങളിലേക്ക് നമുക്ക് വിളിച്ചുമേകാൻ സാധിക്കും. അഭയാർത്ഥികളെ സ്വന്തം സഹജീവിയായി കണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു ഭാഷണത്തിന് വിരാമമിടുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.